ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. പുതിയ നിയമം വായിക്കുന്ന കേൾക്കുന്ന പലരെയും ചിന്തിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. യേശു ഒരിക്കൽ യഹൂദ്യാദേശത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ ഓടിവന്ന് മുട്ടുകുത്തി വലിയ ആദരവോടെ ചോദിച്ചു. മർക്കോസ് 10-17 വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരോ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഈ യുവാവിന് സമ്പത്തുണ്ടായിരുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവനായിരുന്നു. ഒരു ധാർമ്മിക ജീവിതവും ഉണ്ടായിരുന്നിരിക്കണം. വേദപുസ്തകം ഈ യുവാവിനെ ഈ ചോദ്യം ചോദിക്കുവാൻ പ്രേരിപ്പിച്ചതിന്റെ കാരണം പറയുന്നില്ല. അയാൾക്ക് ധനം, മാന്യത, മതഭക്തി എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും നിക്കോദോമോസിനെപ്പോലെ ഈ ധനികന്റെ മനസ്സിലും ഒരു വലിയ ചോദ്യം അവശേഷിച്ചിരിക്കാം. ഭൗതിക സുരക്ഷിതത്വമെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാണോ? ഈ ചോദ്യം അവനെ യേശുവിൻ്റെ അടുക്കൽ ഓടിവരുവാൻ പ്രേരിപ്പിച്ചു. ധനികന്റെ യേശുവിൻ്റെ മറുപടി കേൾക്കാം. മർക്കോസ് 10-18 വായിക്കാം. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. യേശു സമ്പന്നന് നൽകിയ ഈ മറുപടി അന്നും ഇന്നും ലോകത്തെ അമ്പരപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വചനമായി മാറി. യേശുവിൻ്റെ ഈ മറുപടി കേട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു ഇവിടെ താൻ ദൈവമല്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത്? യേശുവിൻ്റെ ഈ പ്രസ്താവന തൻ്റെ ദൈവീകത്വം നിഷേധിക്കുന്ന വചനമായിരുന്നോ? അതോ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു മറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു? പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് താനെന്ന് ഇവിടെ യേശു സൂചിപ്പിക്കുകയായിരുന്നു. ഇവയാണ് നാം പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വെളിച്ചത്തിൽ അന്വേഷിക്കുവാൻ പോകുന്നത്. ഇവിടെ സമ്പന്നനായ യുവാവ് യേശുവിനെ നല്ലവനായ ഗുരു എന്നാണ് വിളിക്കുന്നത്. യഹൂദ സംസ്കാരത്തിൽ ഒരു റബ്ബിയെ ഗുരു എന്ന് വിളിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ നല്ല ഗുരു എന്ന വിശേഷണം വളരെ അപൂർവമായിരുന്നു. ധനവാന് യേശു നൽകിയ മറുപടി ഒന്നുകൂടി വായിക്കാം. മർക്കോസ് 10-18. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. യേശു ദൈവമല്ലെന്ന് തെളിയിക്കുവാൻ ചിലർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള വചനമാണിത്. ഒറ്റനോട്ടത്തിൽ യേശു താൻ ദൈവമല്ലെന്നും താൻ നല്ലവനല്ലെന്നും സമ്മതിക്കുകയാണോ എന്ന് തോന്നിയേക്കാം. എന്നാൽ ഇതേ വാക്യം തന്നെ യേശു പഴയ നിയമത്തിലെ യഹോവ താൻ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ഇവിടെ യേശു ഞാൻ ദൈവമല്ല എന്ന് പറഞ്ഞില്ല, ദൈവം മാത്രമാണ് നല്ലവൻ എന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ സമ്പന്നനോട് യേശു ചോദിക്കുന്നത്, നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ദൈവമാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? യേശു ധനികനെ നിത്യജീവനേക്കാൾ വലിയൊരു സത്യത്തിലേക്ക് നയിക്കുന്നു. ഇനി പഴയ നിയമത്തിൽ നല്ലവൻ ആരാണെന്ന് നോക്കാം. സങ്കീർത്തനം 100-5. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. മറ്റൊരു വചനം കൂടി വായിക്കാം. സങ്കീർത്തനം 34-8. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സങ്കീർത്തനത്തിൽ നിന്നുതന്നെ മറ്റൊരു വചനം കൂടി വായിക്കാം. സങ്കീർത്തനം 145-9. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. പഴയ നിയമത്തിലുടനീളം ദൈവം മാത്രമാണ് യഥാർത്ഥ നല്ലവൻ. ഇസ്രായേലിന്റെ ചരിത്രത്തിലുടനീളം ദൈവത്തിന്റെ നന്മ സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് പാടുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 119-68 വായിക്കാം. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. പഴയ നിയമപ്രകാരം പരിപൂർണമായ നന്മ ദൈവത്തിൻ്റെതാണ്. മനുഷ്യർക്ക് ചില നന്മകൾ ഉണ്ടാകാം, എന്നാൽ പരിപൂർണ നന്മ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനുഷ്യൻ എത്രയൊക്കെ നന്മകൾ ചെയ്താലും നിയമങ്ങൾ പാലിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ അവന് സ്വയം നീതിമാനോ പരിപൂർണ നല്ലവനോ ആകുവാൻ കഴിയില്ല എന്ന് പഴയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാവ് 64-6 വായിക്കാം. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെപ്പോലെ ആയിത്തീർന്നു,
ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ. ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. മറ്റൊരു വചനം കൂടി, സങ്കീർത്തനങ്ങൾ 14:3. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇതാണ് വേദപുസ്തകത്തിന്റെ മനുഷ്യരെക്കുറിച്ചുള്ള വിലയിരുത്തൽ. അതായത് എല്ലാവരും പാപത്തിൽ വീണവരാണ്. മർക്കോസ് 10:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇത് ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. സമ്പന്നനായ യുവാവ് പറഞ്ഞു, ഞാൻ ഈ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽ കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെയും സങ്കീർത്തനക്കാരന്റെയും വാക്കുകൾ പോലെ മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ തികഞ്ഞതല്ല. അതിനാലാണ് യേശു സമ്പന്നനോട് ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ലെന്ന് പറഞ്ഞത്. അയാളുടെ ഉള്ളിലെ പാപത്തിന്റെ അവസ്ഥയെയും താൻ അപൂർണനാണ് എന്ന് തിരിച്ചറിയുവാൻ കൂടിയാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. ധനികനുമായുള്ള സംഭാഷണങ്ങളിൽ ഒരു സ്ഥലത്തും യേശു തന്റെ ദൈവീകത്വം നിഷേധിച്ചില്ല. കാരണം ഇതേ യേശു തന്നെക്കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ 10:11 വായിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ലവൻ ദൈവം മാത്രമാണെന്ന് പറഞ്ഞ യേശു ഇവിടെ ഞാൻ നല്ല ഇടയൻ എന്ന് പറയുന്നു. നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനും ശക്തനും സ്നേഹിക്കുന്നവരുമായ ഇടയൻ എന്നാണ് അർത്ഥം. ഇനി പഴയ നിയമത്തിൽ ആരാണ് ഇടയൻ എന്ന് നോക്കാം. സങ്കീർത്തനം 23:1. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ദാവീദ് തന്റെ ഇടയനായി യഹോവയെ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിലെ ഇടയന്മാരായ ആത്മീയ നേതാക്കൾ പരാജയപ്പെട്ടപ്പോൾ യഹോവ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. യെഹെസ്കേൽ 34:15-16 വചനങ്ങൾ വായിക്കാം. ഞാൻ തന്നെ എന്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. യഹോവ തന്റെ ജനത്തെ ആടുകളായും ദൈവം ഇടയനായും പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. യെഹെസ്കേൽ 34 പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന അധ്യായങ്ങളിൽ ഒന്നാണ്. ഈ അധ്യായത്തിൽ ദൈവം ആത്മീയ നേതാക്കളെ ശാസിക്കുകയും താൻ തന്നെ തന്റെ ജനത്തിന് ഇടയനാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു നല്ല ഇടയൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം വളരെ പ്രസക്തമാകുന്നു. യേശുവിന്റെ വാക്കുകൾ യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പഴയ നിയമത്തിൽ യഹോവ തന്റെ ആടുകളെ അന്വേഷിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ യേശു തന്റെ ആടുകളെ അന്വേഷിക്കുന്നു, അവയ്ക്ക് ജീവൻ നൽകുന്നു. ഇവിടെ യേശു ഒരു നല്ല ഇടയന്റെ ഉപമയല്ല ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവ തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ദൗത്യം യേശു പുതിയ നിയമത്തിൽ നിറവേറ്റുന്നു. അതായത് യഹോവയുടെ സ്ഥാനം യേശു ഏറ്റെടുക്കുന്നു. യേശു ഇതുകൂടാതെ അനേകം അവസരങ്ങളിൽ ദൈവിക അവകാശങ്ങൾ സ്വയം ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. യേശു പാപങ്ങൾ ക്ഷമിച്ചു നൽകുന്നതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആരാധന യേശു സ്വീകരിക്കുന്നു. താനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു ഒരിക്കൽ പറയുകയുണ്ടായി. ഇത് കേട്ട യഹൂദർ യേശുവിനെ കല്ലെറിയുവാൻ ശ്രമിച്ചതായും നാം വായിക്കുന്നു. കാരണം യഹൂദർ മനസ്സിലാക്കി യേശു തനിക്ക് ദൈവിക സ്ഥാനം അവകാശപ്പെടുന്നുവെന്നത്. നിത്യജീവനെ അവകാശമാക്കുവാൻ വന്ന സമ്പന്നനായ യുവാവിനോട് യേശു പാലിക്കുവാൻ പറഞ്ഞ മറ്റൊരു നിബന്ധന കൂടി വായിക്കാം. മർക്കോസ് 10:21. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇനി പഴയ നിയമം എന്തു പറയുന്നുവെന്ന് നോക്കാം.
ആവർത്തന പുസ്തകം 6-ാം 5 വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിനായി മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മനുഷ്യർ തന്നെ പൂർണ്ണമായി സ്നേഹിക്കണം, അനുഗമിക്കണം എന്നുള്ള കൽപ്പന. എന്നാൽ ആ യുവാവിനോട് യേശു എല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകിയതിനു ശേഷം യഹോവയെ അനുഗമിക്കുവാൻ പറയുന്നതിനു പകരം തന്നെ അനുഗമിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് മാത്രം അർഹതപ്പെട്ട സ്നേഹവും ഭക്തിയും തനിക്കായി യേശു ആവശ്യപ്പെടുന്നു. ദൈവം മാത്രമാണ് സമ്പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുന്നത്. താൻ വെറുമൊരു മനുഷ്യനല്ലെന്നും പഴയ നിയമത്തിൽ മോശയോട് സംസാരിച്ച നന്മയുടെ ഉറവിടമായ അതേ യഹോവ തന്നെയാണ് താനെന്ന് ഇവിടെ യേശു പരോക്ഷമായി വെളിപ്പെടുത്തുന്നു. യേശുവും സമ്പന്നനായ യുവാവും തമ്മിലുള്ള സംഭാഷണത്തിലെ അവസാന ഭാഗം ഒന്നുകൂടി വായിക്കാം. മർക്കോസ് 10-ാം 21-22. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. യേശു അവനോട് കൽപ്പനകൾ ഓർമ്മിപ്പിച്ച ശേഷം അവസാനം പറയുന്നു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യുവാവിന് കൽപ്പനകൾ അറിയാത്തതല്ല. അയാളുടെ ഹൃദയം ദൈവത്തേക്കാൾ സമ്പത്തിനെ പിടിച്ചുപറ്റിയിരുന്നു. അതുകൊണ്ട് യേശു അവന്റെ ഏറ്റവും വലിയ തടസ്സം വെളിപ്പെടുത്തി. നിത്യജീവൻ ലഭിക്കുവാൻ അവന് തടസ്സമായിരുന്നത് അവന്റെ സമ്പത്തല്ലായിരുന്നു, മറിച്ച് സമ്പത്തിനോടുള്ള അവന്റെ ആശ്രയമായിരുന്നു. ഇന്നത്തെ അവസ്ഥയും ഇതുതന്നെയാണ്. സമ്പന്നനായ യുവാവ് യേശുവിനോട് നിത്യജീവനെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ യേശു അവന്റെ മുന്നിൽ അതിലും വലിയൊരു ചോദ്യം വച്ചു. നീ എന്നെ ആരായി കാണുന്നു? ഈ ചോദ്യം ഇന്നും ഓരോ മനുഷ്യന്റെയും മുന്നിലുണ്ട്. സമ്പന്നനായ യുവാവ് നിത്യജീവൻ ലഭിക്കുവാൻ എന്തു ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോൾ യേശു കാണിച്ചു കൊടുത്തത് നിത്യജീവൻ പ്രവൃത്തികളിലൂടെയല്ല, യഥാർത്ഥ ഇടയനെ അനുഗമിക്കുന്നതിലൂടെയാണെന്നും ആ യുവാവിന് യേശു വെളിപ്പെടുത്തിക്കൊടുത്തു. ഇതുതന്നെയായിരുന്നു യേശു നിക്കോദോമോസിനോട് പറഞ്ഞതും. ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുക. വെളിപ്പാട് പുസ്തകം 3-20 വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സമ്പന്നനായ യുവാവ് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. പക്ഷേ യേശുവിനെ അവൻ അനുഗമിച്ചില്ല. അയാൾ നിത്യജീവനെ അന്വേഷിച്ചു. പക്ഷേ നിത്യജീവന്റെ കർത്താവിനെ അയാൾ നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച ഇടയൻ ഇന്നും മനുഷ്യരെ അന്വേഷിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ മുട്ടുന്ന ശബ്ദം ഇന്നും കേൾക്കാം. നല്ല ഇടയന്റെ വിളി. അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവർക്ക് അവൻ ജീവനും പ്രത്യാശയും നിത്യരക്ഷയും നൽകുന്നു.